ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ വർഗീയ ശക്തികളെ താലോലിച്ച് സാമുദായിക ധ്രുവീകരണത്തിനുള്ള നീക്കമാണ് ഭരണകക്ഷിയായിട്ടുള്ള ഇടതുമുന്നണിയും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള UDFും സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മൂന്നാം സീറ്റ് കൊടുക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുക. മുസ്ലിം വോട്ട് സമാഹരിക്കാൻ ഇടതുമുന്നണി നടത്തുന്ന നീക്കങ്ങൾ UDFിനെ കൂടുതൽ ദുർബലമാക്കുകയാണ്. മുസ്ലിം ലീഗിന് 6 സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്ന പാർട്ടിയാണെന്നാണ് CPM പറഞ്ഞിരിക്കുന്നത്. CPMൻ്റെ ഉന്നത നേതാക്കൾ പറയുന്നത് 3 സീറ്റല്ല, യഥാർത്ഥത്തിൽ ലീഗിന് 6 സീറ്റ് കൊടുക്കേണ്ടതാണെന്ന്. അതിനർത്ഥം ലീഗ് UDFിനെ ഉപേക്ഷിച്ച് LDFിൽ വന്നാൽ ഞങ്ങൾ 6 സീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നുള്ള പരോക്ഷമായിട്ടുള്ള വാഗ്ദാനമാണ് LDF നടത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിൽ മുന്നേറാനാവുമോ എന്നുള്ള പരിശ്രമമാണ് LDF നടത്തുന്നത്. അതിനെ പ്രതിരോധിക്കാതെ അതേ തന്ത്രവുമായിട്ടാണ് UDFും മുന്നോട്ട് പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ വൈദികനെ ആക്രമിച്ച ആൾക്ക് പേരില്ല. കേരളത്തിൽ ഇന്നേ വരെ കാണാത്തൊരു കാര്യമാണ്. ഈരാറ്റുപേട്ടയിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് പറ്റി. എല്ലാവരും പ്രതിഷേധിച്ചു. പക്ഷേ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസ് പറയുന്നില്ല. ഏത് സംഘടനയിൽപ്പെട്ട ആളാണെന്ന് പോലീസ് പറയുന്നില്ല. PFIയെ നിരോധിച്ചതിന് ശേഷവും കേരളത്തിൽ അവർക്ക് സഹായകരമായ നിലപാടാണ് പോലീസും സർക്കാരും സ്വീകരിക്കുന്നത്. പാലക്കാട് ശ്രീനിവാസൻ കൊലപാതക കേസിലും സഞ്ജിത്ത് വധക്കേസിലും പ്രതികളായിട്ടുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പല ഹിന്ദു ക്രിസ്ത്യൻ സാമുദായിക നേതാക്കളെയും ഉന്നതരായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അടക്കം വകവരുത്താൻ രാഷ്ട്രീയ നേതാക്കൾ, ജഡ്ജിമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മതസാമുദായിക നേതാക്കൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വകവരുത്തി വലിയ തോതിൽ കലാപം സൃഷ്ടിക്കാൻ PFI പരിശ്രമിച്ചുവെന്നാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ആ വിവരങ്ങളെല്ലാം സീൽ വെച്ച കവറിൽ അവർ കോടതിയെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള സംഘടനകളെ സഹായിക്കുന്ന നിലപാടാണ് CPMും കോൺഗ്രസും സ്വീകരിക്കുന്നത്. വൈദികൻ ആക്രമിക്കപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ടും വൈദികനെ ആരാണ് ആക്രമിച്ചത്, അയാളുടെ പേരെന്താണ്, അയാൾ ഏത് സംഘടനയിൽപ്പെട്ട ആളാണ്, ഇത് വിശദീകരിക്കാൻ തയ്യാറാവുന്നേയില്ല. മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഒരു ചെറിയ സംഭവം പോലും വലിയ തോതിൽ ഭരണകൂട ഭീകരതയായിട്ട് ചിത്രീകരിച്ചിരുന്ന ഇടതുപക്ഷവും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും മൗനം പാലിക്കുകയാണ്. ഇന്നലെ മന്നത്ത് ആചാര്യനെതിരായിട്ട് ദേശാഭിമാനിയിൽ ലേഖനം വന്നിരിക്കുന്നു. NSSൻ്റെ സ്ഥാപകനും നവോത്ഥാന നായകനുമായിട്ടുള്ള മന്നത്ത് ആചാര്യനെതിരായിട്ടുള്ള പരാമർശങ്ങളടങ്ങിയ ലേഖനം ദേശാഭിമാനിയിൽ വന്നിരിക്കുന്നു. കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. LDF മന്നത്ത് ആചാര്യനെ ആക്രമിക്കുമ്പോൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ UDF മൗനം പാലിക്കുകയാണ്. നവോത്ഥാന നായകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്താൽ അത് മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്, വിചിത്രമായ പേടിയാണ് കോൺഗ്രസിന്. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ സഹായം ലഭിക്കുന്ന കോൺഗ്രസ് പക്ഷേ ഒരു ആപത്ത് വരുമ്പോൾ ആരെയും തിരിച്ച് സഹായിക്കുന്നില്ല. പാലാ ബിഷപ്പിനെ ആക്രമിച്ചപ്പോൾ കോൺഗ്രസ് സഹായിച്ചില്ല. ഈരാറ്റുപേട്ടയിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് സഹായിച്ചില്ല. മന്നത്താചാര്യനെ ആക്ഷേപിക്കുമ്പോൾ കോൺഗ്രസ് സഹായിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിക്കഴിഞ്ഞാൽ പിന്നീട് ആക്ഷേപിക്കുന്ന നിലപാടാണ് VD സതീശൻ്റെ കോൺഗ്രസ്. NSSൻ്റെയും SNDPയുടെയും ആസ്ഥാനത്ത് പോയി വോട്ട് അഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിണ്ണ നിറങ്ങുന്നവരല്ല എന്ന് പറയുകയാണ് കോൺഗ്രസ്. പാലം കടക്കുവോളും നാരായണ
പിന്നെ കൂരായണ എന്നുള്ളതാണ് സതീശൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. ഇതെല്ലാം മുസ്ലിം വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാനാണ്. ഈ നിലപാടിനെ എതിർത്തുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം BJP കേരളത്തിൽ മുമ്പോട്ട് പോകുന്നത്. നരേന്ദ്രമോദി എന്നുള്ള വികാരം സംസ്ഥാനത്ത് വളരെ ശക്തമാണ്. കേരള പദയാത്ര കഴിഞ്ഞ 18 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ അത്തരത്തിലുള്ള പൊതുജന വികാരമാണ്, ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള പൊതുജന വികാരമാണ് ഇവിടെ ശക്തമായിട്ട് പ്രതിഫലിക്കുന്നത്. അത് മനസ്സിലാക്കിയാണ് പദയാത്രയ്ക്കെതിരായിട്ടുള്ള നുണപ്രചാരണങ്ങളുമായിട്ട് ചില ആളുകൾ രംഗത്ത് വന്നത്. ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. കേരള പദയാത്ര 27-ന് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ആ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞാൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇത്തവണ NDA ആയിരിക്കും ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നണി കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.